ഒക്ടോബർ 19 തൊഴിൽ വീതിയിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് എന്ന്. നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് കഴിഞ്ഞത്. 18ാമത്തെ ലോക്സഭ ഇപ്പോൾ കയറിയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്ന ഡേറ്റാണ് ചോദിക്കുന്നത്. 2024 ജൂൺ 24-നാണ്. ഓർക്കാൻ എളുപ്പമാണ്, 24 ഇനി ഇതിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. 18ാം ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? 18ാം ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബാണ്. അതേപോലെ ഈ ഒരു ലോക്സഭേൻ്റെ സ്പീക്കർ, ഈ ലോകസഭേൻ്റെയും അതായത് 18ാം ലോകസഭേൻ്റെയും 17ാം ലോകസഭേൻ്റെയും സ്പീക്കർ ഓം ബിർളയാണ്, BJPൻ്റെ ഓം ബിർളയാണ്. ഇനി ഈ ലോകസഭേൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ ലോകസഭയ്ക്ക് നമുക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, കാരണം അതിനുള്ള ഒരു കോറം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. സോ ഈ ഒരു 18ാം ലോകസഭയ്ക്ക് ഒരു സ്വന്തമായിട്ട് എന്താണ് ഒരു ലോക്സഭ പ്രതിപക്ഷ നേതാവുണ്ട്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. അടുത്തൊരു പോയിന്റ്, രാജ്യസഭയുടെ സഭാ നേതാവായി സ്ഥാനമേറ്റത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ജഗത് പ്രകാശ് നദ്ദയാണ്. അതായത് JP നദ്ദ നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് JP നദ്ദ എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ, ഇനി എങ്ങനെയാണ് രാജ്യസഭയിലെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. രാജ്യസഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവും പാർലമെൻ്ററി പാർട്ടി ചെയർപേഴ്സണുമാണ് രാജ്യസഭയിലെ സഭാ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിലുള്ള രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് ആണ് പാർട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് 2023 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ്. ഉത്തരം B. CL ജോസ് ആണ്. ഇനി ഈ ഒരു പുരസ്കാരത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റിയിട്ട് നോക്കാം. ജീവിതം 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജീവിതം ഒരു കൊടുങ്കാറ്റാണ്, വേദനയുടെ താഴ്വരയിൽ, നക്ഷത്രവിളക്ക്, ഭൂമിയിലെ മാലാഖ, കറുത്ത വെളിച്ചം, വിഷക്കാറ്റ്, മണൽക്കാട്, അഗ്നിവലയം, നഷ്ടസ്വർഗം, സൂര്യാഘാതം, യുഗതൃഷ്ണ, അഭിസന്ധി, മേഘധ്വനി, ആമ്പൽപ്പൂവിൻ്റെ ആത്മഗീതം തുടങ്ങിയവ CL ജോസിൻ്റെ ശ്രദ്ധേയ നാടകങ്ങളാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകൾക്ക് ഉറക്കമില്ല. അപ്പോൾ ആത്മകഥ ബുക്കുകളൊക്കെ ഓർത്തു വെക്കണം. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകൾക്ക് ഉറക്കമില്ല എന്ന് പറയുന്നത്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2022 പുരസ്കാരം ലഭിച്ചത് സാഹിത്യ നിരൂപകൻ പ്രൊഫസർ M. തോമസ് മാത്യുവിനാണ്. അപ്പോൾ ഈ വർഷം 2023 ലഭിച്ചത് ആർക്കാണ്? CL ജോസിനാണ്. 2022 ലഭിച്ചത് പ്രൊഫസർ M. മാത്യുവിനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, രാജ്യാന്തര ബഹിരാകാശ നിലയം പൊളിച്ചു നീക്കാൻ കരാർ ലഭിച്ച കമ്പനി, അത് സ്പേസ് എക്സ് ആണ്. നമ്മുടെ എലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം അഥവാ ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പൊളിച്ചു നീക്കാനുള്ള കരാറ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. 1998 നിർമ്മാണം തുടങ്ങിയ രാജ്യാന്തര ബഹിരാകാശ നിലയം 2011 യാഥാർത്ഥ്യമാകുന്നത്. 2030 ആകുമ്പോഴേക്കും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെ തുടർന്നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പൊളിക്കുന്നത്. ഇനി ബഹിരാകാശ നിലയം സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്നും മാറ്റാനും ഭൂമിയിൽ ഇടിച്ചിറക്കാനും $84.3 കോടി അഥവാ ഇന്ത്യൻ രൂപ 7035 കോടി രൂപയുടെ കരാറാണ് നാസ സ്പേസ് എക്സിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏത് രാജ്യമാണ് ISS പൊളിച്ചു നീക്കാൻ സ്പേസ് എക്സിന് കരാർ നൽകിയിരിക്കുന്നത്? അത് നാസയാണ്. ഇനി ബഹിരാകാശത്ത് സ്ഥിര താമസം ഒരുക്കി ഗവേഷണത്തിനും യാത്രികരുടെ താമസത്തിനുമുള്ള സൗകര്യം സജ്ജമാക്കുകയാണ് ബഹിരാകാശ നിലയത്തിൻ്റെ ധർമ്മം. ഇനി എലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. അപ്പോൾ ഇന്ത്യൻ്റെ ഒരു ഉപഗ്രഹം GSAT-20 കഴിഞ്ഞ ആഴ്ചയാണ് എലോൺ മസ്കിൻ്റെ ഫാൽക്കൺ 9 വിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോക്കറ്റുകൾക്ക് വഹിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും ഒരു വെയിറ്റ് കൂടുതലുണ്ട് ഇപ്പോൾ അയച്ച GSAT-20 എന്നുള്ള ഉപഗ്രഹത്തിന്. അതുകൊണ്ടാണ് ഫാൽക്കൺ 9 അതിനെ നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഇനി ആ ഒരു സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിമാനങ്ങളിൽ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിനിൻ്റെ അകത്ത് വിമാനത്തിൻ്റെ അകത്ത് നമുക്ക് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് GSAT-20 എന്ന് പറഞ്ഞിട്ടുള്ള ഉപഗ്രഹം ISRO വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പോയിന്റ് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. അടുത്ത പോയിന്റ്,
ചന്ദ്രനിൽ നിന്നും മണ്ണും ശിലകളും ഉൾപ്പെടുന്ന സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ISRO ദൗത്യം ഏതാണ്? അത് ചന്ദ്രയാൻ 4 ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെയുള്ള ചന്ദ്രയാൻ 3 ആണെങ്കിലും ചന്ദ്രനിൽ നിന്ന് മണ്ണും ശിലകളും ഉൾപ്പെടുന്ന സാമ്പിളുകളൊക്കെ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ISROൻ്റെ പുതിയ മിഷന് ചന്ദ്രയാൻ 4 ആണ് എന്ന് ഓർക്കണം, 3 ആണെന്ന് ആരും തിരിച്ചരിക്കരുത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഘട്ടങ്ങളിലായി പേടകം വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് ഇവ യോജിപ്പിച്ച ശേഷം ചന്ദ്രനിലേക്ക് അയക്കുന്ന സാങ്കേതിക വിദ്യയാണ് ചന്ദ്രയാൻ 4 ലക്ഷ്യമിടുന്നത്. അപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് പറഞ്ഞയക്കുന്നത്. ഓക്കെ, എന്നിട്ട് സ്പേസിൽ വെച്ചിട്ട് ഇതിനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പേസിൽ വെച്ചിട്ട് ഇതിനെ യോജിപ്പിക്കുന്നതിനൊരു പേരുണ്ട്, അതാണ് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത്. ബഹിരാകാശ പേടകത്തിൻ്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കാനുള്ള ISROയുടെ സാങ്കേതിക വിദ്യയുടെ പേരാണ് സ്പാഡെക്സ് അല്ലെങ്കിൽ സ്പേഡെക്സ് എന്നു പറയാം, SPADX. ഇതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സ്പേഡെക്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഇത് ഏത് രാജ്യത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഏത് ബഹിരാകാശ ഏജൻസിയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് ISROനാണ് സ്പേഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പേസിൽ വെച്ചിട്ട് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് പറയുന്ന പേരാണ് സ്പേഡെക്സ് എന്ന് പറയുന്നത്. ഫുൾ ഫോം പഠിച്ചിരിക്കുക, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഡിസൈൻ മൊഡ്യൂൾ, ചന്ദ്രനിൽ നിന്ന് പറന്നു വരാനുള്ള അസെൻഡ് മൊഡ്യൂൾ, അതേപോലെ ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാനുള്ള ട്രാൻസ്ഫർ മൊഡ്യൂൾ എന്നിങ്ങനെ 5 മൊഡ്യൂളാണ് ചന്ദ്രയാൻ 4 ഉള്ളത്. അപ്പോൾ എത്ര മൊഡ്യൂളാണ്? 5 മൊഡ്യൂളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 മൊഡ്യൂളാണ്. ഒന്ന് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, അസെൻഡർ മൊഡ്യൂൾ, ഡിസെൻഡർ മൊഡ്യൂൾ, ട്രാൻസ്ഫർ മൊഡ്യൂൾ. ഇതിനൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പേരുകളാണ്. 2020 ആകുമ്പോഴേക്ക് ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ. 2023 രാജ്യാന്തര ബുക്കർ പുരസ്കാര ജേതാവ് 2023 ആണ്. 2024 ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2023 നോക്കാം. 2023 രാജ്യാന്തര ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? ജോർജി ഗോസ്പോഡിനോവ് ആണ്. ഇനി ജോർജി ഗോസ്പോഡിനോവിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൾഗേറിയൻ എഴുത്തുകാരനായ ജോർജി ഗോസ്പോഡിനോവിൻ്റെ ടൈം ഷെൽട്ടർ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ബൾഗേറിയയാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ടൈം ഷെൽട്ടറാണ്. ഇനി ടൈം ഷെൽട്ടർ എന്തുമായി റിലേറ്റഡ് ആയിട്ടാണെന്ന് അടുത്ത ഒരു പോയിന്റിൽ വരുന്നുണ്ട്. ആഞ്ചല റോഡൻ ആണ് പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. രാജ്യാന്തര ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ബൾഗേറിയക്കാരനാണ് ജോർജി ഗോസ്പോഡിനോവ്. ഇനി അൽഷിമേഴ്സ് രോഗവും ചികിത്സയുമാണ് ടൈം ഷെൽട്ടർ എന്ന നോവലിൻ്റെ പ്രമേയമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജർമ്മൻ നോവലിസ്റ്റായ ജെന്നി എർപ്പനിനാണ്. അദ്ദേഹത്തിൻ്റെ കെയ്റോസ് എന്ന കൃതിക്കാണ് 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മിഖായൽ ഓഫ്മാൻ ആണ് കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ കൂടിയാണ് ഹോഫ്മാൻ. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രിട്ടനിൽ അയർലാൻഡിലും പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് രാജ്യാന്തര ബുക്കർ സമ്മാനം നൽകുന്നത്. 2005 ഇത് നൽകി തുടങ്ങുന്നത്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? 39 ഇനി ഇതിൽ ആദ്യം നിൽക്കുന്നത് 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ആദ്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് US ആണ്. രണ്ടാമത് സ്പെയിനും മൂന്നാമത് ജപ്പാൻ എന്നിവയാണ്. ഫസ്റ്റ് നിൽക്കുന്നത് US ആണ്, സെക്കൻഡ് സ്പെയിനാണ്, തേർഡ് ജപ്പാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 39 ആണ്. ഇനി ലോക സാമ്പത്തിക ഫോറമാണ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത് ഇൻഡെക്സ് ആണ്? ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ലോക സാമ്പത്തിക ഫോറമാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ICC മെൻസ് T20 വേൾഡ് കപ്പിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ്. അതിലുള്ള ആദ്യ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2024 ICC പുരുഷ T20 അല്ലെങ്കിൽ 2020 ലോകകപ്പ് കിരീടം നേടുന്ന രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഇനി ഇന്ത്യ റണ്ണറപ്പ് ആയത് ആരാണ്? റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ 7 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ രണ്ടാമത്തെ T20 ലോകകപ്പാണ്. ലോകകപ്പ് കിരീട നേട്ടമാണ് 2024. അപ്പം ഇന്ത്യയുടെ എത്രാമത്തെ T20 ലോകകപ്പ് നേട്ടമാണ്? രണ്ടാമത്തെയാണ്. നെക്സ്റ്റ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറയാണ്. നെക്സ്റ്റ് വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരം. 281 റൺസ് നേടി
അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസാണ് ടൂർണമെൻറ്റിലെ കൂടുതൽ റൺസ് നേടിയത്. ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ്, അഫ്ഗാനിസ്ഥാനിൻ്റെ ഫസൽ ഹഖ് ഫറൂഖി എന്നിവരാണ് 17 വിക്കറ്റ് വീതം നേടി വിക്കറ്റ് വേട്ടയിൽ ആദ്യ സ്ഥാനത്തെത്തിയത്. US, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലാണ് 2024 ICC പുരുഷ T20 ലോകകപ്പ് നടന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു തൊഴിൽ വീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആഴ്ചയിലെ തൊഴിൽ വീതിയും അതുപോലെ മുന്നത്തെ തൊഴിൽ വീതിയിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മാക്സിമം കറണ്ട് അഫയേഴ്സ് വീഡിയോസ് എല്ലാം യൂസ് ചെയ്യാം.